വേദി ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ പെന്തക്കോസ് പാസ്റ്റർമാർ എവിടെയുണ്ടോ ആ വേദി അവർ സ്വന്തമാക്കിയിരിക്കും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ശ്രീകണ്ഠൻ നായർ ഷോയിൽ പെന്തക്കോസിലെ പാസ്റ്റർമാർക്ക് അവിടെ ക്ഷണം ലഭിച്ചു. പിന്നെ പറയാനുണ്ടോ? ആ വേദി അവർ കൈയടക്കി. ഇനി അവിടെ ക്ഷണിക്കപ്പെട്ടവർ ആരെല്ലാമെന്നല്ലേ? പെന്തക്കോസ് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, മലബാർ ഗോസ്പൽ മിഷൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഗീവർഗീസ് മാത്തൻ, കണ്ണൂർ IPC ബഥേൽ ചർച്ചയിലെ പാസ്റ്റർ ബിജു ജോസ്, ജനഘോഷം ചീഫ് എഡിറ്റർ പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ്, ലിജോ ജോസഫ് തടിയൂർ, ും പാസ്റ്ററുമായ പ്രിൻസ് നിലമ്പു. ഇനി ശ്രീകണ്ഠൻ നായർ ഷോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കാത്ത കാര്യങ്ങളില്ല. അത് ആത്മീകമാകാം, ഭൗമികമാകാം, അക്ഷരികമാകാം, രാഷ്ട്രീയമാകാം, മതമാകാം, ന്യൂജനാകാം, ഓൾഡ് ജനാകാം, കുടുംബജീവിതമാകാം, വിവാഹ ജീവിതമാകാം, അങ്ങനെ ആകാശം കീഴിലുള്ള ഏത് ടോപ്പിക്കും അദ്ദേഹം സംസാരിക്കും. അവിടെ വരുന്ന ആൾക്കാരും ചിലർ ആൾക്കാരല്ല, എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും അവിടെ വന്നിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കും. ചിലർ പോസിറ്റീവ്, ചിലർ നെഗറ്റീവ്. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ഷോയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈ പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുത്ത ടോപ്പിക്ക് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ. അത്ഭുത രോഗശാന്തി, അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഇവിടെ സമർത്ഥിക്കാൻ പോകുന്നത്. യേശുവിനെ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ച് അറിഞ്ഞവർ ഉണ്ടെങ്കിൽ അവരൊരിക്കലും പറയുകയില്ല ഇത് മിഥ്യയാണെന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ പാസ്റ്റർമാരും പറഞ്ഞത്. എന്നാൽ പാസ്റ്റർമാർക്ക് ഇങ്ങനെയുള്ള വേദികളിൽ ചെന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചവരും അടക്കം പറഞ്ഞവരും കമൻ്റ് ഇട്ടവരുമുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഞങ്ങൾ സമർത്ഥിക്കുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം സത്യമാണ്, യേശുവിന് ഇങ്ങനെയുള്ള വിഷയങ്ങളോട് വലിയ വിയോജിപ്പില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം യേശുവിൻ്റെ വരവിന് മുമ്പേ ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ഇവിടെ നന്നായി സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് മുൻപോട്ട് നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു പെന്തക്കോസുകാരനാണെങ്കിൽ, ആരെ കണ്ടാലും സുവിശേഷം പറയുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ ദൗത്യമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും ചെയ്തത്. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷത്തിലെ മുഖ്യ കഥാപാത്രം ആരാണ്? സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഇനിയും എന്താണ് സുവിശേഷം? ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് വ്യക്തിയാണ്. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. ബൈബിള് പറയുന്നത് ലോകത്തിലെ മാനവജാതിയുടെ ഏക രക്ഷകൻ യേശുക്രിസ്തുവാണ്. ഈ സുവിശേഷം എഴുതിയ തന്നെ ഒരു ഡോക്ടറാണ്, ലൂക്കോസ് എന്ന് പറയും. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ യേശുക്രിസ്തു തന്നെ പുസ്തകം എടുത്ത് യെശയ്യാ പ്രവചനം എടുത്ത് വായിച്ചിട്ട് തന്നെ കുറിച്ചുള്ള പ്രവചനം പറഞ്ഞുകൊണ്ട് താൻ പറയുന്ന കാര്യം ഇതാണ്. താൻ വ്യക്തമായി പറയുന്നു, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിലും എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്നില്ല. അതാ എഴുതി വെച്ച് പറയട്ടെ. കാരണം വിവേചനം വെച്ചാൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷെ ഈ സ്നേഹിക്കുന്ന നിങ്ങൾ കേക്ക്. യേശു പറഞ്ഞു, ഇസ്രയേലിൽ അനേക വിധവന്മാരുണ്ടായിട്ടും സരപത്തേലെ വിധവയുടെ അടുക്കലേക്ക് മാത്രമാണ് ഏലിയാവിനെ അയച്ചത്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് വിട്ടു. നടക്കത്തില്ല. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് ഞങ്ങളും ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു സ്ത്രീ വന്ന് യേശുവിനോട് സൗഖ്യം ചോദിച്ചപ്പോൾ, തന്റെ മകന് വേണ്ടി സൗഖ്യം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആദ്യം സ്വന്തം മക്കൾക്ക് തൃപ്തി വരുത്തിട്ട് എന്നിട്ടാകാം മറ്റുള്ളവരിലേക്ക് എന്നുള്ളത് പറഞ്ഞു ആ സ്ത്രീയെ യേശു പറഞ്ഞു വിടാൻ നോക്കി. എന്നാൽ അവൾ വിശ്വസിച്ചു. മേശയിൽ വീഴുന്ന നുറുക്കുകളും ഭക്ഷിക്കുന്ന നായ്ക്കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ ആ സൗഖ്യത്തെ സ്വന്തമാക്കി പോയി. എന്ന് വെച്ചാൽ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വന്തം മക്കൾ? യേശുവിനെ വിശ്വസിച്ച് അവനെ ഏറ്റുപറഞ്ഞ്, ഉള്ളം കൊണ്ട് വിശ്വസിച്ച്, വായി കൊണ്ട് ഏറ്റുപറഞ്ഞ്, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ സ്വന്തം പൈതൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് യേശുവിൻ്റെ അവകാശമായ സൗഖ്യം ലഭിക്കുന്നത്. അത്ഭുത രോഗശാന്തി യാഥാർത്ഥ്യമാണോ? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആളത്. അതെങ്ങനെ? എൻ്റെ ഒരു ഭാഗം തളർന്നു പോയ ആളാ. ആ തളർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. മരുന്നുകൊണ്ട് പ്രയോജനപ്പെടാതിരുന്നപ്പോൾ എത്ര കാലം എടുത്തു? 2 ആഴ്ചക്കാലം. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സ് നോക്കി. എല്ലാരും നോക്കിയപ്പോഴും കാലങ്ങ് പോയി. ഇടത് കാലായിരുന്നു. 2 കാലും പോയി, ഒരുപോലെ തളർന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ വയ്ക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ തിരുവത്താഴ് എന്ന് പറയും, യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അതിനെക്കുറിച്ച് ഓർമ്മിച്ചും ധ്യാനിച്ചും കൊണ്ട് അത് പഠിച്ചു. അത് മുഖാന്തരം ഞാൻ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. യേശുവാണ് സുവിശേഷം എന്ന് നമ്മൾ കേട്ടു. യേശുവിനെ കഴിക്കുന്ന നിമിത്തം, കുടിക്കുന്ന നിമിത്തം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടെന്ന് നമ്മൾ കേട്ടു. ഇനിയും ഈ യേശുവിനെ സ്വന്തമാക്കിയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? എനിക്ക് ചെറുപ്പത്തിലെ രോഗസൗഖ്യത്തിൽ കൂടാണ് ഞാൻ യേശുക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ലാസ്റ്റ് മൊമെന്റ് പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ
ഒരു രക്ഷയുടെ അനുഭവം കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും അത് താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നിത്യജീവൻ തരുന്ന ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സകല രോഗങ്ങളും മെഡിറ്റേഷനിൽ കൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, അത് താൽക്കാലികമാണ്. അതിനപ്പുറത്ത് ഒരു നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച ആ രക്ഷ എൻ്റെ അനുഭവത്തിലുണ്ട്. ഇന്നുകൊണ്ട് പാർക്കിൻസൺ ഡിസീസ് പിടിച്ച ആൻറ്റി മരുന്നിനും മന്ത്രത്തിനും വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചവൾ. യേശു സൗഖ്യമാക്കുന്ന ദൈവമെന്ന് സംശയമില്ലാതെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ വേദി. ഇതിലപ്പുറത്ത് എന്ത് സുവിശേഷമാണ് കേൾക്കേണ്ടത്? ഈ രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റൂ? രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റും ഇല്ല, എല്ലാ രോഗവും. അങ്ങനെ പിന്നെ ആശുപത്രികൾ വേണോ? ആശുപത്രികളും വേണം. നിങ്ങൾ ജീവിച്ച് ഭേദമായില്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാൻ? അങ്ങനല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചില പത്തുവച്ചായ്മാരുണ്ടായിരുന്നു, എല്ലാം കണ്ടാലേ വിശ്വസിക്കും. കിഡ്നി രോഗം ഉണ്ടായിരുന്നുള്ളതിന് തെളിവ് വല്ലതും കയ്യിലുണ്ടോ? ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ളൊരു തെളിവുണ്ടോ? കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ള തെളിവുണ്ടോ? എവിടെയായിട്ട് ആദ്യം അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നുള്ള തെളിവ് കാണണം. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രീറ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് രോഗം മാറി എന്നുള്ളൊരു തെളിവ് വേണം. മറ്റൊരു വേർഷനോ പത്രോസും ഉണ്ട്, ഇച്ചിരി എടുത്തയാട്ടം കൂടുതലാണ്. രോഗശാന്തിയുടെ പേരിൽ കച്ചവടം നടത്തുന്നവരുണ്ട് പെന്തിക്കോസിനകത്ത്. പ്രവാചകന്മാരായി അവിടെ ചെന്നിട്ട് വട്ടം കെട്ടി ചുറ്റിക്കെട്ടി പോരാടുന്ന പോരാട്ടവും ബന്ധനവും കെടുതികളും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള രോഗശാന്തിക്കാരും ഉണ്ട്. അത് ശ്രയം. ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. നിങ്ങൾ മിണ്ടായി, ഞാൻ പറഞ്ഞു കേക്കട്ടെ. അങ്ങോട്ട് പറയാൻ പോവാ, പറഞ്ഞു കേൾക്കാദ്യം. സയൻസിൽ വിശ്വസിക്കുന്നവർ സയൻസ് തീരുമ്പോൾ അതോടുകൂടി അവരുടെ ജീവിതവും തീരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണ് സുവിശേഷം നമുക്ക് തരുന്ന ഗ്യാരണ്ടി. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിലൂടെ അത്ഭുത രോഗസൗഖ്യം ഉണ്ട്. അവിടെ രോഗസൗഖ്യം കിട്ടിയാലും മനുഷ്യനിവിടെ മരിക്കും. ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യമാണ്. പക്ഷെ മരണത്തിനപ്പുറത്ത് നിത്യജീവൻ കൊടുക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നലെ നടന്ന കാര്യവും ഇന്ന് നടക്കുന്ന കാര്യവും നാളെ നടക്കാനിരിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്ന ഒരേ പുസ്തകമുള്ളൂ, സത്യവേദ പുസ്തകം. ഗൂഗിളിൽ തപ്പി കഥ പറയാം. സാറിന്റെ മറുപടി ഒക്കെ നെറ്റ് തീർന്നാ തീരും.